അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പ്രവർത്തകർ ബിജെപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആം ആദ്മി മന്ത്രിമാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. मोदी तेरी तानाशाही, मोदी तेरी तानाशाही, मोदी तेरी तानाशाही, मोदी तेरा इकबाल। അനൂപ് വിവരങ്ങളുമായി. അനൂപ്, മന്ത്രിമാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോഴും പ്രതിഷേധമുണ്ടോ? എവിടെയാണ് പ്രതിഷേധമുള്ളത്? ബിജെപിയുടെയും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് സമീപത്തെ ITO ജംഗ്ഷൻ, ഈ ജംഗ്ഷനിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. പലരും റോഡില് സമീപത്തേക്ക് എത്തി റോഡിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും അവരെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെയൊക്കെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നിൽക്കുന്നു. അവരെല്ലാം കസ്റ്റഡിയിലെടുത്ത് ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇന്ന് രാവിലെ ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്ന്, ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് നിന്ന് ITOയിലേക്ക് പ്രകടനമായി എത്തിയത് മന്ത്രി അതിഷിയുടെ നേതൃത്വത്തിലായിരുന്നു. അതിഷിയെ നിരവധി പോലീസുകാർ ചേർന്ന് ബലം പ്രയോഗിച്ച് സമയമെടുത്ത് വലിച്ചിഴച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റി. സൗരവ് ഭരദ്വാജും ഇവിടെ ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട നേതാവ്. ഈ രണ്ട് നേതാക്കളും ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആളുകളാണ്. അവരെയാണ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. ഇപ്പോഴും നമുക്ക് കാണാം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. അതായത് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇന്നലെ രാത്രി അറസ്റ്റിലായത്. അതിശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ നഗരത്തിലാകെ വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ITO എന്ന് പറയുന്നത് ഡൽഹി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് തന്നെ വമ്പിച്ച പ്രതിഷേധം. ഇപ്പോൾ വീണ്ടും റോഡ് ഉപരോധിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വീണ്ടും ITOയിൽ റോഡ് ഉപരോധിക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. തുടർച്ചയായ പ്രതിഷേധത്തിന്, സംഘർഷത്തിന്, അറസ്റ്റിന് എല്ലാം വേദിയാവുകയാണ് ഡൽഹി നഗരം. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ ഡൽഹി നഗരത്തിൽ കുത്തിയിരുന്ന് ഡൽഹി നഗരത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നു. ये जो मोदी कर रहा है, मोदी सबसे बेस्ट है। വലിയ പ്രതിഷേധത്തിന് ഡൽഹി നഗരം സാക്ഷ്യം വഹിക്കുകയാണ്. ഓരോ തവണയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ റോഡിലേക്ക് വീണ്ടും എത്തി പ്രതിരോധം തീർക്കുന്നതിന്റെ, ഉപരോധം തീർക്കുന്നതിന്റെ കാഴ്ച. പോലീസുകാർ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ തുരത്തി ഓടിക്കുന്നു, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു, പലരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. നഗരം കഴിഞ്ഞ 1.5 മണിക്കൂർ നേരമായി സമ്പൂർണമായി പ്രതിഷേധത്തിന്റെ ചൂടറിയുകയാണ്. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഡൽഹി സാക്ഷ്യം വഹിച്ചത് രാഹുൽ ഗാന്ധിയെയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയെയും ED ചോദ്യം ചെയ്തപ്പോഴായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ദേശീയ നേതാവ് അറസ്റ്റിലായിരിക്കുന്നു. ആ അറസ്റ്റിനെതിരെ അതിരൂക്ഷമായ ഡൽഹി അടുത്ത കാലത്ത് കണ്ട വലിയ പ്രതിഷേധം നഗരത്തിലാകെ അലയടിക്കുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾ അതിഷിയും സൗരവ് ഭരദ്വാജും കുറെ MPമാരും എല്ലാം അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ കുറേയേറെ വീണ്ടും ITOയിലേക്ക് എത്തുന്നു. അവർ വീണ്ടും മുദ്രാവാക്യം വിളിക്കുന്ന കാര്യം.